ഹായ് ഫ്രണ്ട്സ്, വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കിയാൽ കേട്ടോ. അപ്പോൾ ജലജനെ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പോൾ ജലജ ഇങ്ങനെ കിടക്കണ്ട കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് അബീനെ നോക്കണ്ടേ. അപ്പോൾ അതിനിടയ്ക്ക് ആ ജയൻ വിളിച്ചിട്ടുണ്ട്. ജയനാണല്ലോ എൻ്റെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എങ്ങനെയുണ്ടാ അവൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കൊണ്ടുവന്ന കാരണം വിഷം ശരീരത്തിൽ വ്യാപിച്ചില്ല. പിന്നെ കടിയുടെ ശക്തി കുറവായതുകൊണ്ട് ഒരുപാട് വിഷമൊന്നും ഉള്ളിൽ ചെന്നിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞേ. അപ്പോൾ ജയൻ പറയണ്ട കേട്ടോ, ഭാഗ്യം. ആ പാമ്പ് ഇതിനകത്ത് എങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതന്നെയാട്ടാ ഞാൻ ആലോചിക്കണേ. നമ്മുടെ വീടിനകത്ത് ഒരു കാരണവശാലും പാമ്പ് കയറേണ്ടതല്ല. അപ്പോൾ ഇത് ജയൻ പറയുമ്പോൾ രണ്ടുപേരും കൂടി നോക്കട്ടാ, അമ്മയും മോനും കൂടി പരസ്പരം നോക്കുകയാണേ. അപ്പോൾ ജയൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതിന് പിന്നിൽ അവരുടെ മോനാണെന്നാ അവിടെ എല്ലാവർക്കും സംശയം. അപ്പോൾ ജയൻ മറുപടി ഒന്നും പറയാണ്ട് അബീനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയൻ വീണ്ടും പറയുന്നുണ്ട്, എല്ലാം ഒന്ന് കഴിയട്ടെ എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അജയന് ഇവിടുന്ന് മറുപടി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അജയൻ ഫോൺ വെച്ചു. എന്നിട്ട് അജയൻ രണ്ടുപേരെയും നോക്കിയിട്ട് അമ്മേനും മോനും മാറി മാറി നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, പാമ്പ് എങ്ങനെ വീടിനകത്ത് കയറിയെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അപ്പം നമ്മുടെ ജലജ പറയാണ് കേട്ടോ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പോൾ അജയൻ പറയണ്ട കേട്ടോ, ഇതിപ്പോൾ മനഃപൂർവ്വം അവിടെ ആരെങ്കിലും പാമ്പിനെ കൊണ്ടുപോയിട്ടതാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെ ആര് കൊണ്ടിടാൻ അമ്മാവാ? അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അങ്ങനെ മനഃപൂർവ്വം കൊണ്ടുവരുന്ന ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അബി അതാരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജയൻ ദേഷ്യത്തിൽ, അത് നീ തന്നെ. അപ്പോൾ അബി ഒന്ന് ചെട്ടിയിട്ട് എന്നിട്ട്, എന്തൊക്കെയാണ് അമ്മ ഇനി പറയണേ? അപ്പോൾ അജയൻ മെല്ലെ അവിടെ നേരിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇതിന് പിന്നിൽ നീ അല്ലാതിരുന്നാൽ നിനക്ക് കൊള്ളാം. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോവാം. അത് പറഞ്ഞിട്ട് അജയൻ പോയിട്ടോ. അപ്പോൾ ജലജ പറയേണ്ട അവരുടെ അടുത്ത്, എല്ലാവരും നിന്നെ സംശയിച്ച് തുടങ്ങിയെന്നാണ് തോന്നണത്. എന്തിനാണ് അങ്ങനെ മണ്ടത്തരം കാണിക്കണത് ഷോ എന്ന് പറയണ്ടിട്ട് ജലജ. അപ്പോൾ അബി പറയണ്ട, അമ്മേ കൂടിയെന്ന് ആ പാമ്പ് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിലേ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ പറയണ്ടേട്ടാ ജലജ പറയണ്ടത്, ദേ ഇതിപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ എൻ്റെ ചിത കത്തിക്കായിരുന്നു. അപ്പോൾ അബി പറയണ്ടേട്ടോ, എന്നാലും അമ്മ ഇത്ര കറക്റ്റായിട്ട് എങ്ങനെയാണ് പാമ്പിൻ്റെ മുമ്പിൽ കൊണ്ട് കാല് വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, പാമ്പ് അവിടെ ഉണ്ടാകുന്ന അറിയണത് എനിക്ക് നിനക്ക് മാത്രമല്ലേ? ആ ഭയം ഉള്ളിൽ വെച്ച് നടന്നോണ്ടാടാ എന്നെ തന്നെ പാമ്പ് കുത്തിയത്. എന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് പറയണ്ടതേ, ഇതേപോലെ അപകടം പിടിച്ച പണിക്കൊന്നും നീ നിൽക്കല്ലേ. ദേ ആ പാമ്പ് പിടുത്തുകാരൻ പാമ്പുമായിട്ട് വന്നത് എങ്ങാനും വീട്ടിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ കാര്യം പോക്കാം. അപ്പോൾ അബി പറയണ്ട, അതിന് ക്യാമറയൊക്കെ ഞാൻ കേടാക്കിയെന്ന് അമ്മയോട് പറഞ്ഞിരുന്നല്ലോ എന്ന് പറയണ്ടേട്ടാ. നീ പറഞ്ഞതുകൊണ്ടാ എൻ്റെ സംശയം കൂടുന്നത് എന്ന് പറയണ്ട ജലജ. എടാ വീട്ടിനകത്ത് ക്യാമറ ഒന്നല്ല, ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ പാമ്പ് പിടുത്തുകാരന് ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലേ അയാളെ പോക്കുന്നത് അവളായിരിക്കും, ആ നന്ദു. അവൾ ഫംഗ്ഷന് വന്നപ്പോൾ നിന്നെ നോക്കിയത് എന്തൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ അബി പറയണ്ട, അത് പിന്നെ അവൾക്കിപ്പോൾ എന്നെ മൊത്തത്തിൽ സംശയം ഉണ്ടല്ലോ അമ്മേ. അപ്പോൾ ജലജ പറയണ്ട കേട്ടോ, അവളെ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ദഹിപ്പിക്കണം നോട്ടാ നോക്കിയത്, എന്നെ അങ്ങനെ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞത് കേട്ടിരുന്നല്ലോ, നീ അനഘയുടെ വീട്ടിൽ പോയിന്ന് എന്ന് പറയണ്ടേട്ടോ. അപ്പോൾ അബി ഒന്ന് ഞെട്ടി. അതെന്തിനാ പോയത്? അത് അവൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയത് അമ്മയെന്ന് പറയണ്ടേട്ടോ തപ്പി പിടിച്ചിട്ട്. അപ്പോൾ ജലജ, അതെന്തിനാ നീ നോക്കണത്? അവൾ നീയായിട്ട് എന്ത് ബന്ധമുള്ളത്? ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല എന്ന് പറയണ്ട കേട്ടോ. എന്നിട്ട് പറയണ്ട, അല്ല എന്നാലും അവൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടായ ആദർശിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയിൽ അവൾക്കും നമ്മുടെ വീട്ടിലേക്ക് വരേണ്ടി വരില്ലേ? അപ്പോൾ പിന്നെ നയനയ്ക്കൊപ്പം അവളേനെ നമ്മൾ സഹിക്കേണ്ടി വരില്ലേ? അപ്പോൾ ജലജ, ഇതുകൊണ്ടാണ് നീ മണ്ടനാന്ന് ഞാൻ പറയണത്. അപ്പോൾ അഭി മുഖം പോയിട്ട് എന്നിട്ട് താഴോട്ട് നോക്കിയേക്കാണ്. അപ്പോൾ എടാ അവൾ അങ്ങനെ വരുവാണെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? അപ്പോൾ പിന്നെ രണ്ട് ഭാര്യമാർക്ക് ഇടയിൽ കിടന്നിട്ട് ആദർശം നട്ടം തിരിയൂലോ. ഇപ്പോൾ അനഘ അവശയായതുകൊണ്ടാണ് ചന്തുവിനെ സ്വന്തം മോളെ പോലെ നയനെ സ്നേഹിക്കുന്നത്. ദേ അനഘ ഇനി വീട്ടിലോട്ട് വന്ന കളി മാറും, പ്രത്യേകിച്ച് നയനെ പ്രഗ്നൻ്റായ സാഹചര്യത്തിൽ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ കള്ളനബി മനസ്സിൽ പറയണ കേട്ടോ, കഥകളൊക്കെ അറിയാത്തതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അവൾ അസുഖം മാറി അവിടേക്ക് വന്ന് കയറിയാ അങ്ങനെ പോണത് എൻ്റെ ജീവിതം അറിയോ? അബി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പം തന്നെ ജലജ പറയാം കേട്ടോ, അനഘ എത്രയും പെട്ടെന്ന് അസുഖം മാറി നമ്മുടെ വീട്ടിലേക്ക് വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് കേട്ടോ അബി ഞെട്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് പറയണം കേട്ടോ, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാതമ്മേ. അപ്പോൾ ജലജ അതെന്താ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ അബിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രാർത്ഥിച്ചാൽ? എന്നിട്ട് പറയണം കേട്ടോ, അവൾ വരുന്നതിന് ഇപ്പോൾ ആദർശനേക്കാളും വായിക്കണം നീയാന്ന് തോന്നുന്നുണ്ടല്ലോ. എന്നിട്ട് ഒറ്റ ചോദ്യം, ഇനി നീയാണോടാ ചന്തുമോളുടെ അച്ഛൻ? അബി പെട്ടെന്ന് ഞെട്ടി. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് ചുമ്മാതിരിക്കാമേ, ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് വെറുതെ ചോദ്യം ചെയ്യുക, ഇതുകൊണ്ട് തന്നെ പാമ്പ് കടിച്ചത്. അപ്പോൾ ജലജയുടെ ദേഷ്യം വന്നിട്ടാ, അല്ലാതെ നീ പാമ്പിനെ കൊണ്ടിട്ടിട്ടല്ല, മിണ്ടരുത് നീ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് തലതേച്ച് നിൽക്കിട്ടിട്ട ദേഷ്യം വന്നിട്ട്. അപ്പോൾ അബി ജലജനെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണേ. ഈ സമയം അനന്തപുരിയിൽ നന്ദുവും നയനും തമ്മിൽ സംസാരിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ആ പാമ്പ് ഇവിടേക്ക് വന്നതിന് പിന്നിലെ അവനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂക്കളിരുന്ന കോടി എടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പച്ചി ഭയത്തോടെ മാറി നിൽക്കുമായിരുന്നു. അതുമാത്രമല്ല 1-2 തവണയായിട്ട് എന്തോ കാലിൽ കയറിയെന്ന് പറഞ്ഞിട്ട് അപ്പച്ചി നിലവിളിക്കായിരുന്നു. അതൊക്കെ നീ കണ്ടതാണല്ലോ. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, അബിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തി കഴിഞ്ഞു, അത് അവന് മനസ്സിലായിട്ടുണ്ട്. അതിനു മുൻപ് വീടിനകത്തൊരു ദുരന്തം ഉണ്ടാക്കാനാണ് അവൻ ശ്രമിച്ചത്. അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ, ഞാനായിരുന്നല്ലോ അവൻ്റെ ടാർഗറ്റ് എന്ന് എനിക്ക് തോന്നണേ എന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, അത് തോന്നലല്ല ചേച്ചി, സത്യ. ആദ്യം അനഘേച്ചിയെ കൊല്ലാൻ നോക്കി, അതിനു മുൻപ് മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളസ്വർണ്ണം വിറ്റു. ഇപ്പോൾ എൻ്റെ ചേച്ചിയുടെ ജീവന് വില പറയുന്നവരെ എത്തി കാര്യങ്ങൾ.
ഇനി അവനൊരു ദയ അർഹിക്കണില്ല. അവൻ ചെയ്ത തെറ്റിന് ആദർശേട്ടൻ ഇതിനോടകം ഒരുപാട് ശിക്ഷകൾ അനുവദിപ്പിച്ചു കഴിഞ്ഞു. നവ്യേച്ചിയുടെ വായിലിരിക്കുന്നതൊക്കെ ഇന്നും കേട്ടോണ്ടിരിക്കുക ആദർശേട്ടൻ. നമ്മളെന്തായാലും വലിയൊരു സത്യം മൂടി വെച്ചിട്ട് അവനെ രക്ഷിച്ചില്ലേ. പക്ഷേ ഇത്തവണ എല്ലാത്തിനും ഒന്നിച്ച് അവന് ശിക്ഷ കിട്ടണം. ആദ്യം ഈ പാമ്പ് വന്ന് വഴിയൊന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ അവനതിൽ നിരപരാധി ആണെങ്കിൽ പോലും അവൻ്റെ കയ്യിൽ വിലങ്ങ് വീണിരിക്കും. ആ കൈ കൊണ്ടാ അവൻ അനഘേച്ചിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയത്. അതിനവന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല ചേച്ചി. എൻ്റെ ചേച്ചിയുടെ ഭർത്താവെന്ന് കരുതി ഇതുവരെ ഞാൻ അവൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. പക്ഷേ ഇനി അതല്ല സംഭവിക്കാൻ പോണേ. അവനെ തല്ലി ചതയ്ക്കും ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട്. അതും അവൻ നന്ദൂട്ടൻ അപ്പുറത്തേക്ക് പോയിട്ടോ. അപ്പം നയനെ എന്തെങ്കിലും ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നന്ദൂട്ടൻ ആരെയൊക്കെ കാത്ത് നിൽക്കണം കേട്ടോ. നോക്കുമ്പോൾ പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കോൺസ്റ്റബിൾ ഇറങ്ങി വന്നിട്ട് ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദൂട്ടനോട് പറയുന്നുണ്ട് കേട്ടോ, ഇത് അബിയുടെ കോൾ ലിസ്റ്റാണ്. അപ്പോൾ നന്ദൂട്ടൻ അതൊക്കെ നോക്കിയതിന് ശേഷം ആ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറയുന്നത്, ഇതേ ഈ നമ്പറിലുള്ളവനെ പൊക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ അർദ്ധരാത്രിയിൽ അവനെ വിളിച്ചിട്ടുണ്ട്. അതിന് മുൻപും പല തവണ വിളിച്ചിട്ടുണ്ട്. അനന്തപുരി തറവാട്ടിൽ ഒരു കാരണവശാലും പാമ്പ് കയറേണ്ടതല്ല. അതിന് പിന്നിൽ വൻ കളികൾ നടന്നിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്താൽ അത് അറിയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാമ്പ് പിടുത്തക്കാരുണ്ടല്ലോ ത്യാഗരാജൻ. ആള് വണ്ടിയും ബൈക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോലീസ് ജീപ്പ് ചെന്നിട്ട് ഓട്ടേക്ക് ഇത് നിർത്തിയിട്ട് നന്ദൂട്ടനായി നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അയാൾ നിർത്തിയിട്ട് ഇറങ്ങിയപ്പോൾ ചോദിക്കുന്നുണ്ട്, ത്യാഗരാജനല്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ സംശയത്തിൽ അതേ മേഡം ഇതാന്ന് ചോദിച്ചത് ഓർമ്മയുള്ളൂ. നന്ദു പിടിച്ച് അടിച്ച് വലിച്ചിട്ടു. എന്നിട്ട് ജീപ്പിൻ്റെ മുകളിലേക്ക് ചാരി നിർത്തിയിട്ട് പറയണ്ടട്ടാ, ത്യാഗരാജ നിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ ഇടിച്ച് നിൻ്റെ പരിപ്പളക്കും. പിന്നെ ആൾ ഷർട്ടൊക്കെ തട്ടി നേരെയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ മാപ്പുസാക്ഷിയാക്കാം, പക്ഷെ നടന്നൊക്കെ നീ പറയണം. എന്താ മേഡം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ ത്യാഗരാജ അനന്തപുരി തറവാടിനകത്ത് പാമ്പ് കയറിയത്? അപ്പോൾ അയാൾ ഞെട്ടിട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് എന്നിങ്ങനെ പറയുന്നുണ്ട്, കള്ളം പറയാൻ നോക്കണ്ട, അത് കേട്ടപ്പോൾ തന്നെ നീ അപ്സെറ്റായി. ഇനി നടന്നത് വള്ളി പുള്ളി തെറ്റാതങ്ങ് പറഞ്ഞാൽ മാത്രം മതി. പറയടാ എന്താന്നല്ലേ സംഭവിച്ചത്? നീ അനന്തപുരിയുടെ അഭിയായിട്ട് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ്, അതായത് 1:15 കഴിഞ്ഞിട്ട് നിൻ്റെ ഒരു മിസ് കോള് അബിയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് നീ എന്തിനാ അവനെ വിളിച്ചത്? അപ്പോഴും ത്യാഗരാജൻ മിണ്ടാതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കട്ടെ, എന്ത് പറയണമെന്നുള്ള ആലോചനയായിരിക്കും. അത് അപ്പോഴേക്കും പൊട്ടിച്ചു നന്ദൂട്ടൻ കാരണത്തൊന്ന്. എന്നിട്ട് പറയുന്നത്, സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ് ഇതായിരിക്കില്ലേ അവസ്ഥ, നിന്നെ സ്റ്റേഷൻ ലോക്കപ്പിലിട്ട് ചതയ്ക്കും ഞാൻ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കണേ. അവൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ആ അബി. അയാളത് വിശ്വസിച്ചു. അപ്പോൾ അയ്യോ ഉണ്ടോ എന്ന് ചോദിക്കണ്ടിട്ടാ. എന്നിട്ട് അബി സാറ് നടന്നതൊക്കെ പറഞ്ഞില്ലേ മേഡം? അപ്പം നന്ദിട്ട് പറയണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട്, അവൻ പറയണതൊക്കെ പറഞ്ഞു, ഇനി അവൻ പറയണതും നീ പറയണതും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞിട്ടോ, മാച്ച് ചെയ്യാനൊന്നുമില്ല മേഡം, എന്നോട് ഒരു പാമ്പിനെ വേണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഇന്നലെ രാത്രി ഞാൻ ആ പാമ്പിനെ ബൂക്കുടയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. എന്നിട്ട് എന്ന് ചോദിക്കണ്ടിട്ടാ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോയി മേഡം. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എന്നാ കേട്ടോ, പിന്നെ സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. കൊത്തേണ്ട ആളെ തന്നെ പാമ്പ് കൊത്തി, അവൻ്റെ അമ്മേനെ. അപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കണം കേട്ടോ. അപ്പോൾ നന്ദിട്ടൻ പറയുന്നുണ്ട്, അബി എൻ്റെ കസ്റ്റഡിയിലൊന്നുമില്ല, പക്ഷേ ഞാൻ ഉടനെ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കും. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്നും കൂടി വിളിപ്പിക്കും. ആ സമയത്ത് നീ സ്റ്റേഷനിൽ വന്നേക്കണം. ഓ എന്ന് പറഞ്ഞിട്ട് അയാൾ. എന്നിട്ട് നന്ദു ജീപ്പിൽ കയറാൻ പോയിട്ടോ. അപ്പോൾ അയാൾ ബൈക്കുമ്പോൾ കയറാൻ പോവാണ്. അപ്പോൾ അത് തിരിഞ്ഞ് നന്ദു പറയുന്നുണ്ട്, ഡോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാൾ നിൽക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അതിന് മുൻപ് അവനായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല. ഞാൻ നിന്നെ കണ്ട കാര്യം അവൻ അറിയരുത്. ഇല്ല മേഡം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എത്ര പേര് നിൻ്റെ പാമ്പ് കുത്തി മരിച്ചിട്ടുണ്ട്? ഇത് ആദ്യത്തെ സംഭവമാണ് മേഡം. പിടിക്ക് വിടുമ്പോൾ ആദ്യത്തെ. വിശദമായിട്ട് ഒന്നുകൂടി അന്വേഷിച്ചാ പാമ്പ് കടിയായിട്ട് മരിച്ചവരുടെ എണ്ണം ധാരാളം ഉണ്ടാവും. എന്തിനാണ് അങ്ങനെ പാമ്പുകളെ കൊണ്ട് മനുഷ്യരെ കൊല്ലിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ മേഡം, ഇതെൻ്റെ ആദ്യത്തെ എന്ന് പറയുമ്പോഴേക്കും നന്ദോട്ട് ദേഷ്യം എടുത്തോണ്ട് പോടോ. അത് കേട്ടതും അയാൾ വേഗം ചാടിക്കേറി ബേക്കും വരുന്നു. ജീവൻ കിട്ടിയത് ഭാഗ്യം എന്ന് പറഞ്ഞ പോലെ വേഗം പറപ്പിച്ചു പോയി. അപ്പോൾ ദേഷ്യം വന്നിട്ട് ജീപ്പും മേടിച്ചിട്ട് നന്ദോട്ടം പറയേണ്ടത് കോൺസ്റ്റബിളിൻ്റെ അടുത്തിട്ടാ, കള്ളക്കടത്ത് സ്വർണ്ണം വിൽക്കാൻ മാത്രമല്ല അനഘ എന്നൊരു പാമ്പ് പെൺകുട്ടീനെ അവൻ കൊല്ലാനും ശ്രമിച്ചു. ഇപ്പം എൻ്റെ ചേച്ചീനെയും പൂജ നടക്കുന്ന സമയത്ത് ചേച്ചിയുടെ കയ്യിൽ കൊത്താൻ തന്നെയാണ് കൂടയിൽ പാമ്പിനെ വെച്ചത്. പക്ഷേ എൻ്റെ ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് പാമ്പ് അതിന് മുന്നേ പുറത്ത് കടന്നെന്ന് വേണം കരുതാൻ. അപ്പോൾ കോൺസ്റ്റബിൾ പറയണ്ടോ, ആളൊരു ഡേഞ്ചറാണല്ലോ മേഡം. അതെ, പാമ്പിനേക്കാളും ഡേഞ്ചർ അവൻ. പിന്നെ അവൻ മനുഷ്യനായതുകൊണ്ട് തല്ലി കൊല്ലാൻ പറ്റില്ല. അല്ലെങ്കിലും അവനെപ്പോലുള്ളവനൊക്കെ പെട്ടെന്ന് ചാവാൻ പാടില്ല. വേദന അറിഞ്ഞ് അവനൊക്കെ ജീവിക്കണം. ഈ സമയം ജലജി അവയും കൂടിയിട്ട് അനന്തപുരിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നയനയും ദേവേനയും അവിടെ നിന്ന് നോക്കണ്ടേ. അപ്പോൾ അബി അമ്മേനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, വേണ്ടടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടന്നോളാന്ന് പറയുന്നുണ്ട്. ഞാൻ പിടിക്കാം അമ്മേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവേനയും ചോദിക്കുന്നുണ്ട്, എന്താ പെട്ടെന്ന് നിങ്ങൾ വന്നത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എനിക്ക് പറയത്തക്ക പ്രശ്നമൊന്നുമില്ല, ശക്തി കുറഞ്ഞ കടിയായിരുന്നു, അതുകൊണ്ട് വിഷം വല്ലാതെ ഉള്ളിൽ ചെന്നിട്ടില്ല. ഡോക്ടർ പൊക്കോളം പറഞ്ഞു, ഇനി കടിയേറ്റ ഭാഗത്ത് നീരോ മറ്റോ വരികയാണെങ്കിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അബി പറയണ കേട്ടോ, ഇതേപോലെ ഒരു വീട്ടിൽ എങ്ങനെ പാമ്പ് വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നയന അവിടെ നിൽക്കണം. നയന പറയണ്ട കേട്ടോ, അതിപ്പോൾ നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാൻ പറ്റണ പോലെ മറ്റാർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ അമ്മയും മോനും കൂടി പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഭിയോഗിക്കുന്നുണ്ട്, അതല്ല എന്താ എടുത്തി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ദേവേന കേട്ടോ പറയണത്, ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് 1-2 തവണ ഇവിടെ നിലവിളിച്ചുകൊണ്ട് മുകളിലേക്ക് ചാടിയിരുന്നല്ലോ, എന്തിനത്? അപ്പോൾ ജലജയ്ക്കൊന്നും പറയാനില്ല കേട്ടോ, എന്ത് പറയണമെന്ന് അറിയണത് നിൽക്കുകയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു ഇതിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, ഓ എന്തൊക്കെയാണ് എഴുത്തി ഈ പറയണത്, പാമ്പ് കടി ഏറ്റവും വന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, പാമ്പിനെ കൊണ്ടുവച്ചവർക്ക് തന്നെയല്ലേ കടിയേറ്റത്, ഞങ്ങളെ അങ്ങനെ കരുതണത്, അതാണ് സത്യം. അപ്പോൾ അഭി ജലജയോട് പറയണം കേട്ടോ, ഈ വീടിനകത്ത് എന്ത് നടന്നാലും അതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയാണല്ലോ അമ്മേ. അപ്പോൾ ജലജ, എന്ത് ചെയ്യാനാടാ മോനെ, പാല് കൊടുത്താലും കുത്തുന്ന മൂർഖനെയൊക്കെ സ്വന്തം വീട്ടിലാരെങ്കിലും കൊണ്ടിടൂ? ഓ 10 വർഷത്തിൽ നിൽക്കുന്ന പാമ്പുകളെ കാണാതെ എനിക്ക് പേടിയാ. അഭി, എനിക്കും അങ്ങനെ തന്നെയാ. പിന്നെ എങ്ങനെയാ അമ്മായി ഈ വീട്ടിനകത്തോട്ട് ഞങ്ങൾ മൂർഖനായിട്ട് വരുന്നത്? അപ്പം നയന പറയണ്ട കേട്ടോ, നിങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല, പാമ്പ് പിടുത്തക്കാരോട് പറഞ്ഞാൽ മതി, അവർ കൊണ്ടിട്ടുള്ളൂ. അപ്പം ജലജ ചോദിക്കുന്നുണ്ട്, അതിന് പാമ്പ് പിടുത്തക്കാരെ എപ്പോഴാടി ഇതിനകത്ത് വന്നത്? അപ്പം നയന ദേഷ്യം കടിച്ചാൽ മറത്തിരിക്കുന്നത് നോക്കണം കേട്ടോ ജലജനെ. അപ്പോൾ ദേവാനി പറയണ്ട, അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തായാലും ഈ വീടിനകത്ത് പാമ്പ് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും നന്നായിട്ട് അറിയാം. അതും പറഞ്ഞിട്ട് ദേവയാനിയും നയനി അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അഭി പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്, ഓ അമ്മ 1-2 തവണ അവിടെ കിടന്ന് ബഹളം വെച്ചില്ലേ, അതപ്പോൾ കുഴപ്പമായത്. അവൻ ജലജ പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങ് ഉറച്ചു നിന്നാൽ മതി. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഓ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ വേറൊരുത്തി ഉണ്ടായിരുന്നു നന്ദു, അവളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വാച്ചിനുണ്ടായിരുന്നു, അവളിനി ഈ നാട്ടിലെ സകല പാമ്പ് പിടുത്തക്കാർ ഒരുമിച്ച് പൊക്കുമെന്ന് അറിയില്ല. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഓ എല്ലാം നിന്റെ പൊട്ടത്തരടാ, അല്ലാണ്ട് എന്ത് പറയാനാ? എന്നിട്ട് അമ്മയും മോനും കൂടി പരസ്പരം നോക്കി പല്ലി കടിക്ക് ഇരിക്കുന്നു കേട്ടോ. എന്നിട്ട് ജലജ അകത്തേക്ക് പോയി. അപ്പോൾ അഭിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. അതും കഴിഞ്ഞിട്ട് സംശയം തീരാണ്ട് നടക്കണം കേട്ടോ, ദേവേനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നയനെ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ ഇങ്ങനെ ഒരു വീട്ടിൽ എങ്ങനെയാണ് അമ്മയെ പാമ്പ് കയറുന്നത്? അപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യത്തെ സംഭവം മോളെ. എന്നിട്ട് നയനെ ചുറ്റോറം നോക്കിയിട്ട് മെല്ലെ ദേവേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതേ നന്ദുവിന് നല്ല സംശയമുണ്ട് അബീനെ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അതുപോലെയായിരുന്നു അമ്മയും മോനിൽ നിന്ന് പരിങ്ങിയത്, അവരുടെ കണ്ണുകൾ ഏതു നേരവും എന്തൊക്കെയോ പരതുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവേനി പറയണ്ട കേട്ടോ, അത് മാത്രമല്ലല്ലോ മോളെ, ഇടയ്ക്ക് എന്തോ ഭയന്നിട്ട് ജലജ ബഹളം വയ്ക്കുകയും ചെയ്തില്ലേ? അപ്പം നയന പറയുന്നുണ്ട്, പാമ്പ് അകത്തുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മുടെ കാറിൽ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി, നമ്മൾ നിലവിളിയോടെ എഴുന്നേൽക്കും, അതാണോ അപ്പോൾ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അപ്പോൾ ദേവേനി പറയണ്ട, അങ്ങനെയാണെങ്കിൽ ഇപ്പം അതിനുള്ള തിരിച്ചടി അവർക്ക് തന്നെ കിട്ടിയില്ലേ മോളെ? ഈ നാഗവും നാളികേരൊക്കെ സത്യമുള്ള കൂട്ടത്തിലാണെന്ന് പറയണേ, തേങ്ങ അങ്ങനെ ആരുടെയും ദേഹത്ത് വീഴാറില്ലല്ലോ, അതുപോലെ തന്നെ നാഗങ്ങളുടെ കാര്യം. നമ്മൾ ഏത് കാട്ടിലൂടെ പോയാലും അങ്ങനെയൊന്നും നമ്മളെ പാമ്പ് കടിക്കാറില്ല, നമുക്ക് എത്ര മോശം സമയം വന്നാലും നമ്മുടെ മനസ്സിൽ നന്മയില്ലാതെ വരുമ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം നയന പറയണ്ട കേട്ടോ, അങ്ങനെ മനഃപൂർവ്വം അബിയും അവൻ്റെ അമ്മയും കൂടി പാമ്പിനെ വീട്ടിനകത്ത് കൊണ്ടിട്ടേക്ക്, അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ അമ്മേ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം നമ്മുടെ ആരുടെയെങ്കിലും മരണമായിരിക്കും, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരത് ചെയ്തതെങ്കിൽ പാമ്പ് കൊത്തേണ്ട ആളുടെ മുറിയിലല്ലേ അത് കൊണ്ടുവയ്ക്കേണ്ടത്, അങ്ങനെ വെച്ചില്ലെന്ന് പറയാൻ പറ്റും മോളെ, അവിടുന്ന് ചിലപ്പോൾ അത് കഴിഞ്ഞു പോയതായിരിക്കും. അല്ല, ഒരു പാമ്പിനെ വീട്ടിൽ കൊണ്ടുവിടാൻ തക്ക ധൈര്യമൊക്കെ അബിക്കും അവൻ്റെ അമ്മയ്ക്കുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. രണ്ടാളും തെറ്റുകൾ ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ ഭീരുക്കളാണ്. അപ്പോൾ ദേവേനി പറയണ്ടേ, CCTV ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ ആരെങ്കിലും വരികയോ പോവോ എന്തെങ്കിലും ചെയ്തോന്ന് അറിയാലോ മോളെ. അത് നന്നും പറഞ്ഞായിരുന്നു, ഞാൻ എന്തായാലും അതൊന്നും നോക്കട്ടെ അമ്മേ. അങ്ങനെ നയനത് നോക്കാൻ പോയിട്ടിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ രാവിലെ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.